നല്ലൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ആളെ കാണുകയാണെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. ഏറ്റുമീൻ കയറൽ തുടങ്ങി. അപ്പോൾ വികലാംഗനായൊരു ഞണ്ടാണ്. മണ്ടി ചെന്നിട്ട് നമ്മൾ ഉപദ്രവിക്കുന്നത്. ഒരു കൈയില്ല. ആൾ കത്രിക വെച്ച് നിൽക്കണ മാതിരി ഞാൻ നിൽക്കുകയാണ്. മീൻ കയറി കഴിഞ്ഞ് പിടിക്കാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവന് ഇടത്തേ കൈയുള്ളൂ കേട്ടോ, വലത്തേ കൈയില്ല. പക്ഷേ ഇവൻ ചെറുതാണ്, വരും. ഒന്നുകൂടി അടുത്ത് കാണിച്ചു തരാം. അതായത് ഒന്നും കൂടി അടുത്ത് കാണിച്ചു തരാം. വെള്ളത്തിൻ്റെ ശബ്ദം കൊണ്ട് ചിലപ്പോൾ കേൾക്കണുണ്ടാവില്ല. ഇവരിങ്ങനെ കാത്തിരിക്കുക ചെയ്യുക കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിനെ മനുഷ്യന് ഭക്ഷ്യയോഗ്യമായിട്ട് ഉള്ള സാധനമാണ്. ഇവന് ഒരു കൈയില്ല, എപ്പോഴും പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ഇവൻ ഒരു ഷർട്ട്, നമ്മൾ ഷർട്ട് അഴിച്ച് മാറ്റുന്ന മാതിരി ഇവൻ കൂട് മാറ്റും. അറിയണവർക്ക് അറിയാം. ഞണ്ടുമായിട്ട് ഇടപഴക്കമുള്ള ആളുകൾക്ക് കൂടിൽ നിന്ന് അങ്ങോട്ട് പുറത്ത് വരുമ്പോൾ ആണാണോ പെണ്ണാണെന്ന് എനിക്കറിയില്ല, കൈ വരും. വേറെ കൈ വരും. നന്നായി ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രായത്തിൽ ഇനി വരും എന്ന് വിചാരിക്കണം. ഇവരിഞ്ഞ് ഇങ്ങനെ മീൻ അടിയിൽ നിന്ന് മേലേക്ക് ഇങ്ങോട്ട് ചാടുമ്പോൾ അങ്ങോട്ട് പിടിക്കുക ചെയ്യുക. എന്താ ചെയ്യുക, വികലാംഗന ആയിക്കഴിഞ്ഞാലും അതിനും ഭക്ഷണത്തിന് ഇറങ്ങണ്ടല്ലേ. മനുഷ്യന്മാരുടെ മാതിരി തന്നെയാണ് അവസ്ഥ. പിന്നെ എപ്പോഴും പുതിയ മീൻപിടുത്തക്കാരോട്, നമ്മളെ ചെറുക്കന്മാരോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അറിയാത്തവർക്ക് എപ്പോഴും രാത്രി ഇറങ്ങുമ്പോൾ ഇതുപോലെ നീർക്കോലി ഉണ്ടാവും, ഒപ്പം പാമ്പുകളും ഉണ്ടാവും. ഇതേ കണ്ട ഒരു കല്ലേരി ഇതാ വന്ന് നിൽക്കുന്നു കയറാൻ വേണ്ടിയിട്ട്. മീൻ ഇവിടെ അടിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. കല്ലേരി അല്ല കേട്ടോ, സോറി, മെഴുപ്പരലല്ല, നമ്മുടെ നല്ല നാടൻ കുഴമ്പരൽ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവനെ നോക്കിപ്പോയി. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. അവൻ്റെ ഇര നമ്മൾ മുടക്കുന്നില്ല, വെള്ളത്തിൽ ചാടാനും പറ്റില്ല. ഇദ്ദേഹം വന്ന് സ്ഥലം സെറ്റ് ചെയ്യാം കേട്ടോ. നല്ലൊരു കാത്തിരിപ്പാണ്. അതിൻ്റെ ഒപ്പം ഞാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെ എപ്പോഴും ശ്രദ്ധിക്കുക. വലിയ ആൾക്കാർക്ക്, പഴയ ആൾക്കാർക്ക് അറിയാം. പാമ്പുകൾ, വെള്ളത്തിൽ ഇറങ്ങുന്ന പാമ്പുകളുണ്ട്. പിന്നെ മഴ പെയ്ത് കുത്തി ഒലിച്ച് വരുമ്പോൾ വെള്ളത്തിൽ കൂടെ ഒലിച്ച് വരുന്നുണ്ട്. വല ചാരിയിട്ടൊന്നും പോകരുത്. തണ്ടാടി തോട്ടിട്ടിട്ടുണ്ടെങ്കിൽ പാമ്പുകൾ, വെമ്പാലകളൊക്കെ കൊടുക്കാൻ സാധ്യത ഉണ്ട്. എപ്പോഴും ഒഴിഞ്ഞ് നിന്ന് വെള്ളത്തിലിറങ്ങി നിൽക്കുമ്പോൾ പൊന്തിക്കുക. നീർക്കോലിയാണ് അധികം കൊടുക്കുക. നമ്മളെ കഷ്ടകാലത്തിന് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുക, എപ്പോഴും നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളറിയാത്ത സമയത്ത് ഒരുപാട് അങ്ങനെ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെ ചൂണ്ടയ്ക്ക് ഇപ്പോൾ നന്നായിട്ട് കയറും. അങ്ങനത്തെ വെള്ളം തങ്ങി നിൽക്കുന്ന സ്ഥലത്ത് ചൂണ്ടയ്ക്ക് പരലുകൾ കയറും. അപ്പോൾ എപ്പോഴും രാത്രി ഇറങ്ങണവർ ശ്രദ്ധിക്കുക. നല്ല പ്രകാശമുള്ള ടോർച്ച് എടുക്കുക. വഴിയൊക്കെ നടന്നു പോകുമ്പോൾ വൃത്തിയാക്കാനൊരു വടി കയ്യിൽ കരുതുക. വെട്ടിപ്പിടിക്കാനൊക്കെ ഇറങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതുമാതിരി നമ്മളെ വല എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വല എടുക്കാൻ ചെല്ലുന്നിടത്ത് എപ്പോഴും ശ്രദ്ധിക്കണം. മീനുകൾ ഗതി കെട്ട നേരത്താവും ചിലപ്പോൾ. ഗതി കെട്ടാൽ പുല്ലും തിന്നുമെന്ന് പറഞ്ഞ മാതിരി മീനുകൾ ഇതുവരെ എന്താ അവരുടെ ഭക്ഷണങ്ങൾ പാമ്പുകളുടെ ശരിക്കും അറിയില്ല. മീൻ പിടിക്കണ പാമ്പുകളും ഉണ്ടാവും, മീൻ കഴിക്കണത് അത് കണ്ടവരുണ്ടാവും. കഴിഞ്ഞ ഒരു സമയത്താണ് നമ്മൾ ഒരു തവളയത്തിനെ തിന്നണ കണ്ടു. തവള നമ്മളെ നമ്മളെ ഭക്ഷ്യയോഗ്യമായിട്ട് നാടൻ ആൾക്കാർ, പണ്ടത്തെ ആൾക്കാർ കഴിച്ചേർന്ന തവള ഇപ്പോഴത്തെ ആൾക്കാർ കഴിക്കുമെന്ന് നമുക്കറിയില്ല. ആ സാധനം അതിനെ തന്നെ ഭക്ഷിക്കുന്നുണ്ട്. എന്ന മാതിരി ഈ പാമ്പുകളുടെ പ്രത്യേകിച്ചുള്ള ഭക്ഷണങ്ങളൊക്കെ ഇത് ഓരോരുത്തരും പുതിയ ആൾക്കാർ കണ്ടിട്ട് അത് ഡയറക്റ്റ് നമ്മളോട് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക. ഇതിനൊക്കെ ഇണ ചേരുന്ന സമയങ്ങളൊക്കെയാണ് ഇപ്പോൾ ഓരോ സംഗതികളൊക്കെ. അപ്പോൾ പിടുത്തത്തിനൊക്കെ നമുക്കൊരു പരിധി ഉണ്ടാവുക. കിട്ടിയതുകൊണ്ട് പൊരുത്തപ്പെട്ടിട്ട് നമ്മൾ പിൻവാങ്ങുക. ഇത് വെച്ചിട്ട് കിടന്ന് ചാവരുത്. അതങ്ങനെ തന്നെയാണ്. നമ്മളെ തൊഴിലും അങ്ങനെ തന്നെയാണ്. കള്ള് വെച്ചിട്ട് കിടന്ന് നമ്മൾ ചാവലില്ല. പരമാവധി നമ്മൾ കിട്ടിയതുണ്ടാവും. അല്ലെങ്കിൽ രാവിലെ നിറഞ്ഞു പോകണമെങ്കിൽ പോയിക്കോട്ടേക്ക്. പിന്നെ അതിൻ്റെ അടിയിലൊന്നും നമ്മൾ പാത്രം വയ്ക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എന്നാൽ ശരി, സലാം.